ഹായ് എല്ലാവർക്കും തസ്ലിമിന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഹോം ടൂർ ചെയ്യുമെന്ന്. അതിന് മാത്രം വലിയ വീടും കാര്യങ്ങളല്ല, 3 സെന്റിൽ ഒരു കുഞ്ഞു വീട്. പിന്നെ കഴിഞ്ഞ ചാനലിൽ ഇട്ടിക്കണ്. ബട്ട് എന്തായാലും നമ്മൾ ഇപ്രാവശ്യം ഒന്നും കൂടി എടുത്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് ഹോം ടൂർ കാണാം. പിന്നെ ഇതിൽ നമ്മൾ ഹോം ടൂറിൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വരുന്ന വഴിയും കാണിച്ചിരുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എവിടെയാണെന്നൊക്കെ. അപ്പോൾ നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിലാണോ എന്ന് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവേനു. അതെ, എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പം ഗൈസ്, നമ്മളെ വീട്ടിലേക്കുള്ള വഴി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വരൂ എൻ്റെ കൂടെ, ഞാൻ അവിടെ നിന്ന് കാട്ടിത്തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഇത് മെയിൻ റോഡ്. ആ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ടല്ലോ, അത് മെയിൻ റോഡ്. ഇങ്ങനെ പോയാൽ വേറെ വഴിക്ക് എത്തും. പക്ഷേ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഈ കാണുന്ന റോഡിൽ ബസ്സായാലും ഓട്ടോറിക്ഷ ആയാലും അവിടുന്ന് അത് ഇപ്പോൾ ശരിക്കും കാറൊക്കെ വരും കേട്ടോ. അപ്പോൾ മഴ പെയ്തിട്ട് വെള്ളമാണ്, അതുകൊണ്ടാണ് ഇതിൽ പോയിട്ട് വീഡിയോ എടുത്തത്. ഇതുവരെ ഞാൻ വീൽ ചെയറിലൊക്കെ വരലുണ്ടായിരുന്നു, ഇപ്പോൾ വരലില്ല. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വരും കേട്ടോ. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതുവരെ വന്നിട്ട് 2 വഴിയുണ്ട്. ആ വഴി പോയാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മേൻ്റെ വീട്ടിലേക്കാണ്. ഈ ഒരു കുഞ്ഞു വഴി ഉണ്ടല്ലോ, 4 പൂട്ട് വഴി. ഈ 4 പൂട്ട് വഴിയിലൂടെ ആ തൊട്ടടുത്ത് തന്നെ മതിലിൻ്റെ അടുത്ത് 2 വീടുണ്ട്. അതിൽ 3ാമത്തെ വീടാണ് എൻ്റെ വീട്. വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട് എന്ന് പറയുന്ന പോലെ. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ആ എൻഡിങ്ങിൽ കാണുന്ന തന്നെയാണ് കേട്ടോ എൻ്റെ വീട്. ഈ കാണുന്നതല്ല, ഈ കാണുന്ന ലാസ്റ്റ്. പിന്നെ അപ്പുറത്തൊരു വീടുണ്ട്, അതിൽ ആദ്യത്തെ വഴിയാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ കൊട്ടാരം. അപ്പോൾ ആരും ഫ്രണ്ട് ഏരിയ കണ്ടിട്ട് ഇതാക്കണ്ട. ഉമ്മ എന്താ പറയുക, ആ കാണിക്കുന്ന എന്താ സാധനം അറിയോ? ഇത് ഞാനാട്ടോ, ഇത് വിൽക്കാൻ വെച്ചതല്ല. മറ്റേ ഈ ഐറ്റം ഉണ്ടല്ലോ ഫ്രണ്ടിൽ ഇട്ടിട്ടുള്ളത്, അത് ആക്രിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ച അവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരുമ്മ ഇടയ്ക്കിടയ്ക്ക് സാധനം കൊടുക്കുന്നതാണ്. അപ്പോൾ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ട് വരാമെന്ന്, അതിനു വേണ്ടി വെയിറ്റ് ആക്കിയത്. അപ്പം ഗൈസ്, ഇതാണ് തെച്ചിൻ്റെ വീട്, അഥവാ ഞാൻ പറയണമെങ്കിൽ എൻ്റെ അമ്മമ്മൻ്റെ വീടും. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു ഔട്ടിൽ നിന്ന് നിൽക്കുന്ന, അതായത് പുറം കാഴ്ച എന്ന രീതിയിൽ പറയുന്ന രീതി. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കേട്ടോ കാണാം. പിന്നെ എനിക്ക് ഒരുപാട് എത്തണില്ല, പിന്നെ എത്തുന്നിടത്തോളം ഞാൻ എത്തിച്ചിരിക്കും. പിന്നെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കാത്തിത്തിട്ട്. അതുകൊണ്ടാട്ടോ അവിടെ ഒരുപാട് ഇതാക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മൾ പുറം കാഴ്ച അല്ല കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അകത്തെ കാഴ്ച കുറച്ച് കാണാം. അപ്പോൾ ഇതാണ് തെച്ചിൻ്റെ കുഞ്ഞു സ്വർഗം അല്ല തെച്ചേ? അപ്പം നമുക്ക് ബാക്കി അകത്തേക്ക് നോക്കാം. ഈ വഴിക്കൂടെ വന്നു കഴിഞ്ഞാൽ നേരെ എൻ്റെ ആവുന്ന സ്ഥലത്താണ് നമ്മളെ വീടുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ തെച്ചിൻ്റെ റാമ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ തെച്ചി ഇവിടെ ഉണ്ട് അല്ലേ? തെച്ചി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ വീടിൻ്റെ ഫുൾ ലുക്ക് ഇങ്ങനെ എനിക്ക് അതിൻ്റെ ഒരുപാട് മുകളിൽ ഷീറ്റാണ് ഇട്ടുള്ളത്. അപ്പം നമുക്ക് ഒരുപാട് നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് അമ്മമ്മൻ്റെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ എന്താ പൂളെ ചേമ്പോ വാട്ട് ഈസ് ദിസ്? ഇതിൻ്റെ പേരും ഊരൊന്നും എനിക്കോ അറിയൂല, തെച്ചിക്കോ അറിയൂല. ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കും വഴിയൊക്കെ ഉണ്ട്. അവിടെയാണ് തിരുമ്പന കല്ലും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. ഇനി നമ്മൾ ഈ റാമ്പ് കയറി വന്നാൽ നേരെ കാണാം തെച്ചിനെ കണ്ട സിറ്റ് ഔട്ടാണ്. ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളെ വീടിൻ്റെ പേര് ജാസി മൻസിൽ എന്നാണ് കാണുന്നുണ്ട്. ജാസി മൻസിൽ, യെസ്, മൈ ബ്രദേഴ്സ് നെയിം. അപ്പം നമ്മളും അതെന്തുകൊണ്ടാ ആദ്യത്തെ പേരക്കുട്ടിയും ആദ്യത്തെ മോനും ഈ ഫാമിലി കേട്ടോ. എൻ്റെ അപ്പൻ്റെ ഫാമിലിയിൽ കാക്ക 2ാമത്തെ പേരക്കുട്ടി കേട്ടോ. അപ്പം പിന്നെ ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ട്, പക്ഷെ ഫാൻ കറങ്ങൂല എന്നേ ഉള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ഷോക്ക് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതെന്താണ് ഇത്? അതെ, അങ്ങനെ കുറച്ചതും. അപ്പം ഇനി നമുക്ക് നേരെ ഡോറ് തുറക്കാം. അപ്പോൾ ഡോറ് തെച്ച് തുറന്നോളി. തെച്ച് തുറക്കാം, അതല്ല അതിൻ്റെ ഒരു ഇത്. ഓക്കെ, വാ. നല്ല ആളല്ല, ഭയങ്കര ശക്തിയാ കുട്ടിക്ക്. തുറക്കി പിടിച്ചോളി. ഇതെന്താ അത്? അപ്പൊ നമുക്കിത് തുറന്നിട്ട് കാണാം.
അപ്പം നമ്മൾ സിറ്റ് ഔട്ട് തുറന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് കാണാം. അതെ, ഡൈനിങ് ആണ്. ഇതിനൊക്കെ എന്തൊരു ബാറാണ്. അപ്പോൾ സ്റ്റെപ്പ് ഒരുമാതിരി രീതിയിലാണ് അവരുടെ കൺസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. മുമ്പ് തന്നെ നമുക്ക് വന്നാൽ സ്റ്റെപ്പ് എറിയുമ്പോൾ മലത്തേക്ക് പോവാം. അപ്പം ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റെയർസ് കാണാം. സ്റ്റെയർ കയറിപ്പോയാൽ മുകളിൽ കാലി അട്ട, അവിടെ ഒന്നുമില്ല, അവിടെ വേണമെങ്കിൽ വെക്കാം. വലിയ ഓളാ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നേരെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു TV ഉണ്ട്. ഇവിടെയാണ് തെറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇതാണ് തെച്ചിൻ്റെ കലവറ. അതെ, താവളം. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഇത് തെച്ചിൻ്റെ ടേബിളും പിന്നെ നമ്മളെ ട്രൈപോഡ് ഉണ്ട്. പിന്നെ ഇവിടെ 2 റൂമാണുള്ളത്. പിന്നെ രണ്ടാമത്തെ റൂം, ഇത് തെച്ചിൻ്റെ റൂം, ഇത് എൻ്റെ അമ്മൻ്റെ റൂം, അങ്ങനെ രീതിയിലാണ്. ബട്ട് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് കുഴപ്പമില്ല, അതിനനുസരിച്ച് അപേക്ഷിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ ആദ്യം തന്നെ മാസ്റ്റർ ബെഡ്റൂം തുറക്കാം. അപ്പം ഗൈസ്, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് വെച്ചാൽ ബെഡ്റൂം. ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ള ആ ഒരു, അതെ, എൻ്റെ ഒരുപാട് ഓർമ്മകൾ ഇവിടെയാണുള്ളത്. ഇതിൻ്റെ ഇപ്പം ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പനെ വെൽക്കം ചെയ്യാൻ വേണ്ടി എഴുതിയത്. എന്താ ഹാൻഡ് റൈറ്റിങ്, അങ്ങോട്ട് നോക്കി, മൈറ്റൊക്കെ എത്ര സ്പേസൊക്കെ കൊടുത്തത്. ഹൈ, എൻ്റെ ഓരോ കലാവിരുദ്ധകൾ ഇവിടെ ഉണ്ട്. ഒരു ബെഡും 2 അലമാരയാണ് ഇവിടെ ഉള്ളത്. ഇതാ രണ്ടാമത്തെ അലമാര ഇതാണ്. ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ട്. അപ്പം ഇവിടെ നിന്നാണ് ഞാനും തെച്ചും കൂടുതൽ ഷോ കാട്ടുക. ഞാനൊന്ന് ഫുള്ളും പച്ച ഗൈസ്, എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പം മുട്ടക്കറിയൊക്കെ നമുക്ക് പിന്നെ ആക്കാം. ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ. ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. ഉള്ളതിൽ വെച്ച് ഏറ്റവും മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. ഇനി നമുക്ക് തെച്ചിൻ്റെ കലവറ കാണാം, തെച്ചിൻ്റെ ബെഡ്റൂം. ഓക്കെ, അപ്പം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. അതെ, രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഇതാണ് തെച്ചിൻ്റെ ബെഡ്റൂം അല്ലേ? തെച്ചിൻ്റെ ഒരുപാട് നിധികൾ സൂക്ഷിക്കുന്ന ബെഡ്റൂം. പറയുമ്പോഴെങ്കിൽ കുറച്ച് ഗമ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ നമ്മൾ മണവാട്ടിൻ്റെ ബെഡ്റൂമിലേക്ക് എത്തി അല്ലേ? അപ്പം ഈ ബെഡ്റൂം എപ്പോഴും ഞാൻ നീറ്റും ക്ലീൻ ആയിരിക്കാൻ കാരണം സത്യം പറഞ്ഞാൽ അതിൽ തെച്ച് കിടക്കൂല. ഇതിവിടെ ആരും കിടക്കൂല. ഇത് ഒരുമാതിരി ഗസ്റ്റ് വരുന്ന സമയത്ത് കിടക്കുക എന്ന രീതിയിൽ നമ്മൾ വരുമ്പോൾ മാത്രം കിടക്കും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതാ ഈ ബെഡ്റൂം എപ്പോഴും ഭയങ്കര ബാത്റൂം യൂസ് ആക്കാറുണ്ട്. അപ്പം ഇതാണ് തെച്ചിൻ്റെ ഡ്രസ്സിങ് ടേബിൾ. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് എൻ്റെ അമ്മമ്മയും എൻ്റെ അമ്മൻ്റെ അപ്പിയും. വെച്ച് ഞാൻ വിളിക്കാം. ഇത് തെച്ചിൻ്റെ അപ്പിയും തെച്ചിൻ്റെ അമ്മയും. ഇതുപോലെ കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുന്നു, കണ്ടില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റൂമാണ്. ഈ റൂം നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം നമുക്ക് നോക്കാം. ഇതൊരു കുഞ്ഞ് ബാത്റൂമാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ചോട്ട ബാത്റൂമാണ് ഇവിടെ അല്ല ചേച്ചിയെ. പിന്നെ ഈ ബാത്റൂമിൽ മൊത്തം ടൈലാണ് കേട്ടോ. നിങ്ങൾക്ക് അതെ, നമുക്കൊന്നും അവിടെ പ്രവേശനമേ ഇല്ല അങ്ങനെയെല്ലാം. പിന്നെ ചേച്ചിയുടെ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണ്, ഷെൽഫ് ബെഡോ ബോക്സ് ബെഡാണ്. കാരണം അവിടെ ഷെൽഫൊക്കെ ഉണ്ട്. പിന്നെ 2 അൾമാറുണ്ട് തെച്ചിക്ക് ഒരു അൾമാറാട്ടുള്ളത്. ഡ്രസ്സിങ് ടേബിൾ ഞാൻ അൾമാറാക്കിപ്പോയി. പിന്നെ ഇവിടെ മെയിനായിട്ട് കാട്ടാനുള്ള എൻ്റെ കുറേ കലാവിരുദ്ധാണ്. ഇതൊക്കെ ഞാൻ വരച്ച ചിത്രങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ട് വരച്ചതാണ്. എല്ലാവരും കൈ കൊണ്ടല്ല വരയ്ക്കാൻ, അങ്ങനല്ല. എല്ലാവരും ഇത് ബ്രഷ് കൊണ്ടല്ല വരയ്ക്കുക. ഇതിൻ്റെ കൈകൾ കൊണ്ട് ഞാൻ വരച്ചത്. എൻ്റെ ബ്രഷ് പൊട്ടിപ്പോയപ്പോൾ നിരാശയോടെ ഞാൻ നിൽക്കാതെ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നതിന് പകരം വിരലുകൾ കൊണ്ട് വരച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ റൂം, തെച്ചിൻ്റെ റൂം. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾ പറയണം. പിന്നെ ലൈറ്റ് ഇവിടെ ഈ ബൾബ് കൊണ്ടാണ് വലിയ ലൈറ്റ് ഇല്ലാത്തത്. പിന്നെയും ഫോണിന് ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കാണും. അപ്പം അങ്ങനെ നമ്മൾ 2 ടൈല് 2 ബെഡ്റൂമിലെ ടൈല് സെയിം ആണ്. നേരെ മറിച്ച് പക്ഷേ സിറ്റ് ഔട്ടിൻ്റെയും ഇവിടുത്തെ ഡൈനിങ് ഏരിയൻ്റെയും ടൈല് ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ തെച്ചിൻ്റെ റൂമും കഴിഞ്ഞ് ഇനി നമുക്ക് കാട്ടാനുള്ളത് കിച്ചനാണ്. കിച്ചണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു ചെറിയ കിച്ചനാണ്. അപ്പം അതെ,
ബട്ട് ഉള്ളതിൽ വെച്ചിട്ട് നല്ല ക്യൂട്ട് കിച്ചനാണ്. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഇക്കാണ സാധനം ഞാനും എൻ്റെ കാക്കി ഉണ്ടാക്കിയതാണ്. ഇതിട്ട് ഒരുപാട് കലാവിരുദ്ധകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മമ്മിയും തെച്ചും കൂടി പറിച്ചിട്ടാണ്. ഓക്കെ, തെച്ച് ബാക്കോട്ട് പിക്കോട്. അപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ കലാവിരുദ്ധം. പിന്നെ മുകളിൽ ഞാനിപ്പം കാണിച്ചു തരാം. മുകളിൽ അവിടെ ലൈറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് പേടി പോവാൻ. അതുകൊണ്ടാണ് ഞാനിപ്പം മടിച്ചെടുക്കുന്നത്. ഓക്കെ, ഇതിൽ ഇനി ഫ്ലവർ വെക്കണം. അതെ ഗൈസ്, ഇനി നമ്മളെ എല്ലാവരും കലവറ, അതായത് എല്ലാവരും കൂടുതലും സ്പെൻഡ് കിച്ചണിലാണല്ലോ. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതാണ് കിച്ചനും. കിച്ചൺ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കുഞ്ഞു കിച്ചനാണ്, ബട്ട് നല്ല സ്പേസ് ഉള്ള കിച്ചനാണ്. നമുക്കിവിടെ ഒരുപാട് കളിക്കാം. അപ്പം ഇവിടെ കൊറേ പാത്രമുണ്ട്. കബോർഡൊക്കെ അടിച്ച നല്ല രസം ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഇതാണ് കിച്ചന്. പിന്നെ ഇതാ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. നല്ല ഭയങ്കര ഒരു ഫ്രിഡ്ജ് ഉണ്ട് അല്ലേ. ഫ്രിഡ്ജിൽ എന്നൊക്കെ കാണുന്നുണ്ട് തെച്ചേ. അതെ, നമ്മൾ കൂടുതൽ കുക്കിങ്ങും ചെയ്യുന്ന കിച്ചണ് ഇതാണ്. പിന്നെ വർക്ക് ഏരിയ ഉണ്ട്, ബട്ട് വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് കാട്ടാത്തത്. അതെ, അവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ, പിന്നെ നമ്മളെ ജനാലിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ്. അതെ, ഇതൊക്കെ കണ്ടാൽ ഇങ്ങനെ ധരിക്കും നമ്മൾ കാട്ടിൻ്റെ വീട് വെച്ചത് ഇത്. അതാ ഞാൻ അത് പാർക്കി തന്നത്. അതെ, ഇന്നലെ ലൈവില് കുറേ കൊതുക് വന്നതാ ഈ സ്ഥലത്ത് നിന്നാണ്. ഇതൊരു കുളം മാതിരത്തെ സാധനം തോന്നുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലൊക്കെ കുറേ വീടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് അറിയുന്ന ആൾക്കാരല്ല, ചിലത് അറിയാത്ത ആൾക്കാരും ഉണ്ട്, അറിയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതാണ് അവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞു വീട്. അപ്പം നമുക്ക് റിട്ടേൺ എടുക്കാം. ഓക്കെ, പിന്നെ തെറ്റത് ആനേ ഗൈസ്. ഇതാണ് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു വ്യൂ ആ കാണാം കേട്ടോ. നല്ല അടിപൊളി. ഇത് ഡ്രൈവിംഗ് സ്കൂളാണ് കേട്ടോ ഇവിടെ. അത് അവിടെ കാണുന്നത് ഡ്രൈവിംഗ് സ്കൂളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് മെയിൻ റോഡാണ്. അതാ കാറ് പോയത് മെയിൻ റോഡാണ്. ഈ കാട് കണ്ടിട്ടാ ചിലപ്പോൾ വിചാരിക്കുക കാട്ടിനുള്ളിലല്ല കേട്ടോ. ഇത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടുത്തെ കാടും പിന്നെ നമ്മൾ ഈ വരുന്ന വഴിക്കുള്ള കണ്ടില്ലേ പുല്ലൊക്കെ കണ്ടില്ല, അത് അങ്ങനത്തെ പുല്ലാട്ടോ. പക്ഷെ അതെ, ഇന്ത്യൻ തെച്ചിനെയും കൂടുതൽ റീല് നടക്കുന്ന സ്ഥലം ഇതാണ്. നമ്മൾ രണ്ടാളും ഏറ്റവും കൂടുതൽ റീലെടുത്ത സ്ഥലം അവിടെയാണ്. അപ്പോൾ ഫിൽറ്റർ ഇടുമ്പോൾ അതിൽ വേറെ ഏതോ സ്ഥലത്ത് നിൽക്കുന്നത് അതിൽ ടോന്നാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട്. നേരത്തെ നല്ലോണം കാണാൻ കഴിഞ്ഞില്ലേയും. തെച്ചി ആനൻ്റെ അത്ര വലുപ്പമുള്ളതൊക്കെ കണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞി സിറ്റ് ഔട്ടാണ് നേരത്തെ ഞാൻ കാണിച്ചത് തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ലൈവൊക്കെ ഇടല്. പിന്നെ കൂടുതൽ നമ്മളെ കലാപരിപാടികൾ ഇവിടെ നിന്നാണ് നടത്തൽ അല്ലേ. ക്ലാരിറ്റി കുറഞ്ഞു പോയി ഗൈസ്. അപ്പം എന്നാൽ റെഡിയാക്കിക്കിനും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളൊരു കുഞ്ഞു വീടെന്ന് പറയുന്നത്. യേശപ്പ് അപ്പം ഞാനും നമ്മളെ മോളത്തെ ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇതൊക്കെ എൻ്റെ കലാവിരുതാട്ടോ, ഒന്നിനും ഞാൻ വെറുതെ പെട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് മോളത്തെ ഭാഗം. മോളിൽ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല. അതാ ഇങ്ങനെയാണ്. ബട്ട് ഒരു ഹാള് മാതിരിയാട്ടോ എനിക്ക് തോന്നുന്നത്. ഇത് അതിൻ്റെ മുകളിലാണെന്ന് എനിക്ക് തുറക്കാൻ കഴിയൂല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടുന്ന് ഓപ്പൺ ആയിട്ടുള്ളേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരുമാതിരി ഷീറ്റൊക്കെ ആണ്. പിന്നെ ഇവിടുത്തെ ജനാലിൻ്റെ പ്രത്യേകത നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാം. കണ്ടോ, സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ ഇപ്പോൾ അവിടെ കാണാം അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. അപ്പം ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇവിടുത്തത്. പിന്നെ ഇവിടെ ഇതിന് മുമ്പ് ഒരു ഫസ്റ്റത്തെ ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോ വെച്ചാൽ ഇവിടുത്തെ മീറ്റിംഗ് മീറ്റപ്പ് നടത്തിയതേനു. അതിൻ്റെ സ്റ്റിക്കർ ഇതായിട്ട് നമ്മൾ പോക്കിയിട്ടില്ല. ആ ഒരു ഓർമ്മയ്ക്ക് ഇവിടെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മുകളിലുള്ള ഭാഗം. ഇവിടെ കുറച്ചും കൂടി സെറ്റാക്കാനുണ്ട്, കംപ്ലീറ്റ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിരിക്കും. ഇവിടുന്ന് നേരെ താഴത്തേക്ക് നോക്കിയാൽ തെച്ചിനെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് തെച്ചിൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം. അപ്പം ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് പറയാൻ മറന്നു. ഇതേതാ മരം തെച്ചേ? അപ്പോൾ നല്ല അടിപൊളി തേക്കിൻ്റെ മരം കൊണ്ട് ഉണ്ടാക്കിയ വാതിലാണിത്. എന്താണ്
പിന്നെ ഇവിടെ കൊടുത്ത ഡിസൈൻ ഏതാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബോക്സ് ആയിട്ട് വരുന്ന ഡിസൈനാണ്. അല്ല കൂടുതൽ ഹോം സ്റ്റുഡിയോയിൽ അങ്ങനെയല്ല പറയാം. അപ്പൊ നമ്മൾ ഈ വീടിന് എത്ര വർഷം പഴക്കണ്ട് തെച്ചേ? എത്ര വയസ്സായി? 13 വർഷം ആവുന്നു. അപ്പൊ 13 വയസ്സുള്ള വീടാണ് ഇട്ടത്. എത്ര വയസ്സ്? 13 വയസ്സുള്ള വീടാണിത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഇതും ഇതിൽ കാണാൻ കഴിയും. പക്ഷെ എപ്പോഴും ഇതിന് കംപ്ലീറ്റ് പണി കഴിയും. അപ്പം ഗൈസ് നിങ്ങൾ നമ്മളെ വീട് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയാനുള്ള ചേച്ചിക്ക്? എന്താ പറയാനുള്ളത്? എൻ്റെ ഈ കുഞ്ഞു വീട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മാത്രമൊന്നുമില്ല, എനിക്കറിയാം. അപ്പം എന്താ ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്നു. അത് ഒരുപാട് പേര് ചോദിച്ചു കിട്ടും ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മാറ്റം വന്നത് വെച്ചാൽ 5 വർഷമായി എൻ്റെ ബാത്റൂം ഒന്ന് ഞാൻ മാറ്റിഞ്ഞു. ഉപ്പ എടുത്ത സമയത്ത് ഉള്ള ബാത്റൂം തന്നെയാണ് ഇവളമ്മൻ്റെ റൂമിലുള്ളത്. അത് ഞാനായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. കൊറോണ ടൈമിലാണ് ഞാൻ മാറ്റിയത്. ഞാൻ ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈല് മാറ്റി, അതുപോലെ തന്നെ അത് മാത്രം ഉണ്ട് ഒന്ന് പുതിയതായിട്ട്. പിന്നെ ഈ മുറ്റും ഇങ്ങനെ അല്ലായിരുന്നു, റാമ്പ് കെട്ടിയത്. പിന്നെ ഈ സിമെന്റും കിട്ടിയപ്പോൾ ഉമ്മ ഇങ്ങനെ ചെയ്തു. സിമെന്റും അങ്ങനെ അല്ലായിരുന്നു, നോർമൽ ആയിട്ടുള്ള മണ്ണുള്ള മുറ്റായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് വീൽ ചെയർ എൻ്റെ ഫ്രണ്ട്സ് തന്നപ്പോൾ ഉമ്മ എന്ത് ചെയ്തു? ഫുള്ള് കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചു, മതിൽ മാറ്റി കെട്ടി, റാമ്പ് സെറ്റ് ചെയ്തു. ആ ഒരു മാറ്റം. അതെ. അപ്പൊ എന്റെ കൈ വേദന. അപ്പൊ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ ബൈ.